ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തലയ്ക്ക് സ്ഥിരമില്ലാത്തൊരു പയ്യൻ, അവൻ എന്തെങ്കിലും അപകടം കാണിച്ച ആരുത്തരം പറയും? ഉണ്ണികൃഷ്ണൻ എന്താ പറയാനുള്ളത്? ചില പേഷ്യൻസിനെ കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകാറുണ്ട്. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗവുമാണ്. കോമ്പൗണ്ടിന് പുറത്ത് കൊണ്ടുപോകുന്ന പേഷ്യൻസിന്റെ ലിസ്റ്റ് വിനോദിന്റെ പേരുണ്ടോ? ഉണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. പിന്നെ ഇതൊരു സ്പെഷ്യൽ കേസായി കൺസിഡർ ചെയ്തുകൊണ്ട്. അതെങ്ങനെ ഒരു സ്പെഷ്യൽ കേസായി വിതൗട്ട് മൈ നോളജ്? ഓ, സ്വന്തക്കാരനാണല്ലോ അല്ലേ? ഉണ്ണിയങ്കിളല്ല, ഞാനാണ് വിനുവിനെ പുറത്തു കൊണ്ടുപോയത്. ബട്ട് ഹി വാസ് ഇൻ ചാർജ്. അയാൾ സമ്മതിച്ചിട്ടില്ലേ നീ കൊണ്ടുപോയത്? അല്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചോ? എന്നിട്ട് എത്ര വലിയ തെറ്റാ നീ ചെയ്തതെന്നറിയാം? ഐ ഡോണ്ട് വാണ്ട് എനി ഇറസ്പോൺസിബിൾ സ്റ്റാഫ് ഇൻ മൈ ഹോസ്പിറ്റൽ. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുന്നവരെ യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഹോസ്പിറ്റൽ. ഡോക്ടർ, നോ നോ കമന്റ്സ്. ഷീ ഈസ് അണ്ടർ സസ്പെൻഷൻ. അതെ. ചുവന്ന വെള്ളം ഒരിടത്തും കിട്ടിയില്ല. പിന്നെ വളയുള്ള കടയിൽ ചെന്നപ്പോ കൈ കാശില്ല. പിന്നെ എടുത്തോണ്ട് ഓടി. വരൂ. പോലീസ് വന്നാലേ ഞാൻ അവിടെ ഇല്ലെന്ന് പറയണേ. ഒരു ദിവസം പറഞ്ഞു. അതെന്താ പോക്കറ്റിലിട്ടത്? അപ്പൂപ്പന് കൊടുക്കാൻ. ഓ, ഇനി വിനുവിന് എന്താ തരേണ്ടത്? വിനുവിന് അച്ചാർ ഇഷ്ടമാണോ? വേണ്ട. വേണ്ടാന്ന് പറഞ്ഞു. ആ. 1
ചോറ് വേണം. ഏ? ചോറ്. ദാ. ഇത് എന്തച്ചാറാണെന്ന് വിനു മനസ്സിലായോ? ആ, എന്തച്ചാറാ? മാങ്ങ. മിടുക്കൻ. വിനു, പണ്ട് തെക്കേപ്പറമ്പിലെ രാമച്ചേട്ടന്റെ മാവേന്ന് ഉണ്ണിയേട്ടൻ മാങ്ങ എറിഞ്ഞിട്ട് എന്നത് വിനുവിന് ഓർമ്മയുണ്ടോ? ഒരു വിഷുവിന്റെ അന്ന് ചുറ്റുപാടും പടപടാന്ന് പടക്കങ്ങൾ പൊട്ടുമ്പോ ആ, കോരത്തുകാവിലെ ആറാട്ടിന് ആനവാല വേണമെന്ന് പറഞ്ഞ് വിനു കരഞ്ഞപ്പോ മനക്കിലെ ഗണേശന്റെ വാലിന്ന് ഉണ്ണിയേട്ടൻ ആനവാല കടിച്ചു പറിച്ചത് ഓർമ്മയുണ്ടോ? ആ, സാമ്പാർ കുറച്ച് ഒഴിക്കട്ടെ. ആ, ആ, ആ. എന്താ വിനു? ഡോക്ടറെ, ആ ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടാ, ആ. ഉണ്ണിയേട്ടന്റെ നാട് എവിടാ? ഉണ്ണിയേട്ടന്റെ വീട് എവിടാ? ഉണ്ണിയേട്ടന്റെ നാട് എവിടാ? എന്താ കേട്ടു വേണം? വേണം. ഞാൻ പോയി കിടക്കാൻ പോവാ. ഒരു ഷർട്ട് കൊടുത്ത എന്തിനാ? ആ നമ്പൂതിരിയില്ലേ നീതി കലവറ, അയക്ക് കൊടുക്കാൻ. ഇല്ല. അപ്പൂപ്പനൊന്നുണ്ടോ? ഗുഡ് നൈറ്റ്. കോൺഫറൻസ് ഒരാഴ്ചത്തേക്കുണ്ടാവും. 18-നാണ് ഹരി എത്തുന്നത്. ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ വന്ന് അവനെയും കൂട്ടിക്കൊണ്ടേ ഞാൻ വരൂ. മിക്കവാറും 19th അല്ലെങ്കിൽ 20th. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ സാവിത്രിക്ക് അറിയാമല്ലോ അല്ലേ? അറിയാം. പിന്നൊരു കാര്യം, ഞാൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് താൻ ഇതുങ്ങളെയൊക്കെ മാടിനെ മാതിരി അഴിച്ചുവിട്ട് മൂളിപ്പാട്ടും പാടി നടക്കരുത്. ആവശ്യത്തിൽ കവിഞ്ഞ സ്നേഹം കാണിച്ചാൽ അവര് പിന്നെ ആരെയും വകവെക്കാതാവും. ഡോക്ടറെ പേടിയുണ്ടെങ്കിലേ രോഗികൾ അനുസരിക്കാൻ ശീലിക്കൂ. പറഞ്ഞു മനസ്സിലായില്ലേ? വരട്ടെ. വാ മോളെ. ആ ഡോക്ടർ എവിടെ പോവാ? ബോംബെ, ഡൽഹി. ഇനി തിരിച്ചു വരത്തില്ല. വരും. ഇനി അയാൾ വന്നാൽ തല എറിഞ്ഞു പൊട്ടിക്കും. ദൈവം അയാൾ ചത്തുവാണേ. അങ്ങനൊന്നും പറയരുത്. പോയി കിടന്നു. ചിന്തന്റെ എഴുത്ത് വന്നില്ല അല്ലേ ഏട്ടാ? ഇല്ല, 2 ആഴ്ചയായി. എക്സാമിനേഷൻ ടൈമല്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെയും കൂടെ നോക്കാം. വന്നില്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് കാച്ചാം. എന്താ വിനു, കുളിരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ലേക്കിനപ്പുറത്തേക്ക് പോവാം. ആ. കാറ്റടിക്കുന്നു, കണ്ണാടി പൊക്കിക്കോളൂ. എന്താ വിനു? ഒന്നുമില്ല, എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. ഹോസ്പിറ്റലിലേക്ക് പോവാ. ഓക്കെ. ഇതാണ് എന്റെ വീട്. ആ. വിനു ആദ്യമായിട്ട് വരല്ലേ? ആ, കാപ്പിയുണ്ടോ? കാപ്പിയോ ചായയോ എന്ത് വേണേലും തരാം. വരൂ. വരൂ.
പുറത്തൊക്കെ ആൾക്കാരെല്ലാവരും കേൾക്കൂലേ? പതുക്കെ വെച്ചോ, പതുക്കെ. എന്താ കേക്കണ്ടേ? വേണ്ട. വിനു, ചെണ്ടക്കാരൻ ശങ്കരവരാരെ അറിയില്ലേ? വിനുവിനെ ചെണ്ട പഠിപ്പിക്കാൻ ഒരു ദിവസം അച്ഛൻ വിളിച്ചോണ്ട് വന്നില്ലേ വീട്ടില്? മാരാര് അന്ന് വിനുവിന് ഒരു കൊച്ചു ചെണ്ട ഉണ്ടാക്കി തന്നില്ലേ? എന്നിട്ടൊരു ദിവസം അച്ഛന്റെ റൂൾ തൊടി കൊണ്ട് അതെല്ലാം ഇട്ട് കൊട്ടി തോലൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ? കിടതോം 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 തിരകിടതോം തരികിടത്തോം കിടതോം കിടതോം തോം തോം തോം. തോം. ഉണ്ണിയേട്ടാ, ആ, ഞാൻ ഒരു പാട്ട് പാടട്ടെ. അയ്യോ, ഇപ്പോഴോ? പതുക്കെ 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 പതുക്കെ. ആ, പഠിക്കൂ. ജസ്റ്റ് എ മിനിറ്റ്. എത്ര പ്രാവശ്യം ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്? ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ ഉണ്ണിയേട്ടനെ ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ. റെഡി? എന്തിനാ വിളിച്ചത്? വിനുവിനൊരു സമ്മാനമുണ്ട്. എന്താ? ഇഷ്ടാവോന്നറിയില്ല. ദാ. എന്തേ?
എന്നെ ആരാ ഇവിടെ കൊണ്ടുവന്ന്? വിനു ഇപ്പൊ മനസ്സിലായോ ഉണ്ണിയേട്ടനെ? യെസ്. മനസ്സിലായോ വിനുവിന്? യെസ് യെസ്. അനിത. നോ, സാവിത്രി. സാവിത്രി. യെസ് ഉണ്ണിയേട്ടാ, എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ ചങ്ങല പോലെ കൊളുത്തി കൊളുത്തി. പക്ഷേ ഉണ്ണിയേട്ടാ, ഇനി എനിക്ക് പോകാമല്ലോ. Yes. ഞാൻ ഇന്ന് തന്നെ ഏട്ടനെ ഇൻഫോം ചെയ്യാം. അല്ലേ സാവിത്രി? എന്റെ കൂടെ വരുന്നോ വീട്ടിലേക്ക്? ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഞാൻ അങ്ങോട്ട് വരാം. ഉച്ചയ്ക്ക് നമുക്കൊന്ന് ചൂട് കഴിക്കാം. പിന്നെ പോവോ? പിന്നെ പോകാതെ? പിന്നെ പോയാലെങ്ങനാ? പൊയ്ക്കോട്ടെ, എനിക്കെന്താ കാര്യം? ഞാൻ ഡോക്ടറല്ലേ, പൊയ്ക്കോട്ടെ. പോണെന്ന് പറയാനും പോണ്ടെന്ന് പറയാനും ഞാനാരാ? പൊയ്ക്കോട്ടെ. സാവിത്രി, നീ എന്തായി പറയുന്നത്? മോളെ, അരുതാത്തതൊന്നും വളരാൻ അനുവദിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോഴേ മനസ്സിൽ നിന്ന് പറിച്ചു കളയണം. ഉണ്ണിയങ്കിൾ, വേറെ ആർക്കും പറഞ്ഞ മനസ്സിലാവൂല. പിന്നെ പോയാ പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരില്ല. സാവിത്രി, la 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 la